ഹായ് ഗൈസ്, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് എങ്ങനെ മൊബൈൽ ഡാറ്റ എസ്പെഷ്യലി ജിയോ സിമ്മിൻ്റെ സ്പീഡ് കൂട്ടാം, അതുവഴി PUBG പോലുള്ള ഗെയിമുകളിൽ എങ്ങനെ ലാഗും പിങ്ങും കുറയ്ക്കാം എന്നതാണ്. ഇത് ഞങ്ങളുടെ ചാനലിൽ ആദ്യത്തെ വീഡിയോ ആണ്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. സോ ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ആപ്പിൻ്റെ പേര് നെറ്റ്വർക്ക് സിഗ്നൽ ഗുരു എന്നാണ്. സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ആദ്യം കാണുന്നതാണ് ആപ്പ്. ഈ ആപ്പ് വർക്ക് ചെയ്യണമെങ്കിൽ ഫോൺ റൂട്ടഡ് ആയിരിക്കണം. റൂട്ടില്ലാതെ എങ്ങനെ ലാഗ് കുറയ്ക്കാം എന്ന് ഞാൻ പറഞ്ഞു തരാം. ഡുവൽ സിം ഫോണാണെങ്കിൽ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കാത്ത സിമ്മിൽ സെറ്റിങ്സിൽ പോയിട്ട് 2G ഉള്ളി കൊടുത്താൽ ഒരുവിധം ലാഗ് കുറയ്ക്കാം. എങ്കിലും ഈ ആപ്പ് ഉണ്ടെങ്കിൽ ഒരു നല്ല പോലെ ലാഗും പിങ്ങും കുറയ്ക്കാൻ സാധിക്കും. ആപ്പ് ഇൻസ്റ്റലേഷൻ കഴിയുമ്പോൾ ആപ്പ് ഓപ്പൺ ആക്കുക. ഒരു റൂട്ട് ആക്സസ് ചോദിക്കും. നിങ്ങളിപ്പോൾ റൂട്ടഡ് അല്ല, റൂട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എങ്ങനെ ബൂട്ടോട് അൺലോക്ക് ചെയ്യാം, റൂട്ട് ചെയ്യാം തുടങ്ങിയ വീഡിയോസ് ഇടുന്നതായിരിക്കും. ചില സമയത്ത് ഈ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ഇതേപോലെ സ്റ്റക്കായി നിൽക്കുന്നത് കാണാൻ പറ്റും. അത് നെറ്റിൻ്റെ ഇഷ്യൂ ആണ്. ഹോം ഞടിച്ച് ഒന്നുകൂടെ ഓപ്പൺ ആക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ടോപ്പ് റൈറ്റ് സൈഡിൽ ഒരു 3 ഡോട്ട് കാണാതെ ക്ലിക്ക് ചെയ്താൽ ലോക്ക് ബാൻഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ നമ്മൾ LTE ക്ലിക്ക് ചെയ്യണം. അതിൽ കുറേ ബാൻഡ് കാണും. ജിയോ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് 3 ബാൻഡിലാണ്: ബാൻഡ് 3, ബാൻഡ് 5, ബാൻഡ് 40. അതായത് B3, B5, B40 ഇല്ല. സാധാരണ ഡീഫോൾട്ടായിട്ട് മിക്ക ഫോൺസിലും ബാൻഡ് 40 കാണുന്നത്. അതിന് ഏറ്റവും കൂടുതൽ സ്പീഡ് കിട്ടുന്നത് ബാൻഡ് 40 പക്ഷേ ഒരുപാട് ആൾക്കാർ കയറാൻ സമയത്ത് ഒരേ ടവറിൽ നിന്ന് ഒരേ ഏരിയയിൽ നിന്ന് ഈ ബാൻഡ് 40 സ്ലോ ആകും. അപ്പോഴാണ് നമുക്ക് നെറ്റ് സ്ലോ ആവുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ബാൻഡ് 3 ബാൻഡ് 5 നിങ്ങളുടെ ഏരിയയിൽ ഏതാണോ സ്പീഡ് കൂടുതലെന്ന് നോക്കി അത് ലോക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ ബാൻഡ് 3 ലോക്ക് ചെയ്തു. ആപ്പ് എക്സിറ്റ് ചെയ്യാം. അതിന് മുമ്പ് ഒന്ന് ചെക്ക് ചെയ്യാം കറക്റ്റായി ലോക്ക് ആയിട്ടുണ്ടോ എന്ന്. അപ്പോൾ കാണാൻ പറ്റും ബാൻഡ് 3 എന്ന് എഴുതിയിരിക്കുന്നത്. നേരത്തെ ബാൻഡ് 40 എന്നായിരുന്നു ഏരിയയിൽ കാണിച്ചിരുന്നത്. സോ നമുക്ക് ആപ്പ് എക്സിറ്റ് ചെയ്ത് ഒന്ന് സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ബാൻഡ് 3 നല്ല സ്പീഡ് കിട്ടുന്നില്ല. പക്ഷേ ചില സമയത്ത് ബാൻഡ് 40 സ്ലോ എന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതൽ സ്പീഡ് കിട്ടുന്ന ബാൻഡ് 3 എൻ്റെ ഏരിയയിൽ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഏരിയ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏരിയയിൽ ഏത് ബാൻഡാണ് സ്പീഡ് കൂടുതൽ എന്ന് ചെക്ക് ചെയ്തിട്ട് അപ്പം അതനുസരിച്ച് ലോക്ക് ചെയ്യാനായിരിക്കും നല്ലത്. വലിയ ആപ്സൊക്കെ ഡൗൺലോഡ് ചെയ്യണം, വലിയ ഫയൽസ് ഡൗൺലോഡ് ചെയ്യുന്ന ടൈമാണെങ്കിൽ ബാൻഡ് 40 സ്ലോ അല്ലെങ്കിൽ ബാൻഡ് 40 ആയിരിക്കും നല്ല കാര്യം. ഏറ്റവും കൂടുതൽ സ്പീഡ് വന്ന ബാൻഡ് 40 ബാൻഡ് 3 മാക്സിമം 1 MB 1.5 Mbps ഒക്കെ കിട്ടാറുള്ളൂ. ഇനി നമുക്ക് ബാൻഡ് 40 ലോക്ക് ചെയ്തിട്ട് സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബാൻഡ് 40 ആൾമോസ്റ്റ് ഡബിൾ സ്പീഡുണ്ട് ബാൻഡ് 3 പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത് നിങ്ങളുടെ ഏരിയ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, സമയം ഡിപ്പെൻഡ് ചെയ്തിരിക്കും, എത്ര പേര് ആ ഏരിയയിൽ നിന്ന് കയറുന്നു ആ സമയത്ത് നിന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് ഏതായിരിക്കും ബെസ്റ്റ് ബാൻഡ് എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് മിക്കപ്പോഴും ബാൻഡ് 3 ആയിരിക്കും ബെസ്റ്റ്. പക്ഷേ അത് നിങ്ങളുടെ ഏരിയയിൽ ഓരോ ബാൻഡിൽ ലോക്ക് ചെയ്ത് നോക്കിയാൽ ഏതാണ് ഏറ്റവും കൂടുതൽ ലാഗ് കുറവും ഏറ്റവും കൂടുതൽ സ്പീഡും കിട്ടുന്നതെന്ന് അറിയാൻ പറ്റും. PUBG കളിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ബാൻഡ് ലോക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ ഫോൺ തന്നെ ബാൻഡ് മാറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ ആകുമ്പോൾ പിങ്ങി 800, 1000 റേഞ്ചിൽ പോണത് കാണാൻ പറ്റും. അതുകൊണ്ട് സിംഗിൾ ബാൻഡ് ലോക്ക് ചെയ്ത് കളിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇത് എങ്ങനെ നമുക്ക് മാറ്റാം? ഇപ്പം നമ്മൾ ബാൻഡ് ലോക്ക് ചെയ്ത് എങ്ങനെ റിമൂവ് ചെയ്ത് ഫോൺ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് മുമ്പ് എങ്ങനെയായിരുന്നു ഉള്ളത് അതേപോലെ ആക്കാം എന്ന് ഞാൻ കാണിച്ചു തരാം. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക, ക്ലിയർ ഫോൺസിംഗ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുത്താൽ മതി. റേഞ്ച് ഒന്ന് പോയിട്ട് വരും. എന്നിട്ട് ബാൻഡ് പഴയതുപോലെ ആവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതേപോലുള്ള വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പറ്റുമെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യുക. താങ്ക് യു.